അർജന്റീന ഫുട്ബോൾ ടീം അടുത്ത വർഷം കേരളത്തിലെത്തും. കേരളത്തിൽ കളിക്കാനുള്ള ക്ഷണം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അംഗീകരിച്ചു. കേരളത്തിൽ അർജന്റീന ടീം 2 മത്സരങ്ങൾ കളിക്കും. മെസ്സി കേരളത്തിലേക്ക് വരുന്നത് സംബന്ധിച്ച് നാളെ നിർണായക പ്രഖ്യാപനമുണ്ടാകും. ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, മെസ്സി വരുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും ഉള്ളത്. നാളെ പ്രഖ്യാപനമുണ്ടാകും. എങ്കിലും ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? മെസ്സി കേരളത്തിലേക്ക് വരും എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ഈ ഒരു സമയത്തും ലഭിക്കുന്നത്. കാരണം കേരളത്തിലെ എല്ലാ ഫുട്ബോൾ പ്രേമികളും ഏറ്റവും അധികം ആകാംക്ഷയോടുകൂടി കഴിഞ്ഞ ഒരു വർഷമായി കാത്തിരിക്കുകയാണ് അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അതിനകത്താണ് ഇപ്പോൾ ഒരു അന്തിമ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് വരികയും കേരളത്തിൽ 2 ഫുട്ബോൾ മത്സരങ്ങൾ കളിക്കുകയും ചെയ്യും. ഇനി അറിയേണ്ടത് മെസ്സി അടക്കമുള്ള കേരളത്തിലെ ഏറ്റവും അധികം ആരാധകരുള്ള മെസ്സി കേരളത്തിലേക്ക് വരുമോ എന്നുള്ള കാര്യമാണ്. ഇപ്പോഴും നമുക്ക് കായിക വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം മെസ്സി കേരളത്തിലേക്ക് വരും എന്നുള്ള കാര്യം തന്നെയാണ്. കേരളത്തിലേക്ക് അർജന്റീന ടീം അടുത്ത വർഷം 2025 ഒക്ടോബറിലോ നവംബറിലോ ആയിരിക്കും അർജന്റീന ടീം കേരളത്തിലേക്ക് വരിക. ഈ കേരളത്തിൽ 2 മത്സരങ്ങൾ കളിക്കും. ഒന്ന് തിരുവനന്തപുരത്തും മറ്റൊന്ന് കൊച്ചിയിലുമായിരിക്കും. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലും അതുപോലെ തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലുമായിരിക്കും, കാര്യവട്ടം സ്പോർട്സ് ക്ലബിലുമായിരിക്കും അർജന്റീന ടീം 2 ഫുട്ബോൾ മത്സരങ്ങൾ കളിക്കുക. ഇത് സംബന്ധിച്ച് അർജന്റീന ടീമിന്റെ എതിരാളികൾ ആരാണ് എന്ന് സംബന്ധിച്ച കാര്യത്തിൽ വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഫിഫ റാങ്കിങ്ങിൽ ആദ്യ 50 സ്ഥാനത്തുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ ഏതെങ്കിലും ഒരു ടീമോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ മറ്റൊരു ടീമോ ആയിരിക്കും അർജന്റീനയുടെ ഒരു എതിരാളി. ഇന്ത്യൻ ദേശീയ ടീമുമായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഏതെങ്കിലും ക്ലബ്ബുമായിട്ടുള്ള ഒരു മത്സരമോ അർജന്റീന കേരളത്തിൽ കളിച്ചേക്കും. ഏതാണ്ട് 250 കോടിയോളം രൂപയാണ് അർജന്റീന ടീമിന്റെ കേരളത്തിലേക്കുള്ള വരവിനായിട്ട് കായിക വകുപ്പ് ഇപ്പോൾ ചെലവ് കണക്കാക്കുന്നത്. ഈ ചെലവ് 250 കോടിയെങ്കിലും രൂപ ചെലവ് വരുമെങ്കിലും ഈ ചെലവ് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താനാണ് ഇപ്പോൾ കായിക വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ അടക്കമുള്ളവർ എവിടെയൊക്കെ ആയിരിക്കും കളിക്കുക എന്ന് അറിഞ്ഞിട്ടുണ്ടോ? ധന്യ, മെസ്സി കളിക്കുമെന്നുള്ള കാര്യത്തിലാണ് ഏറെക്കുറെ ഇപ്പോൾ ഒരു ധാരണയായിട്ടുള്ളത്. അതായത് മെസ്സി കേരളത്തിലേക്ക് വരും. നമുക്കറിയാം ഏഷ്യയിലെ ഏറ്റവും അധികം ആരാധകരുള്ള 2 ടീമുകൾ ഒന്നാണ് അർജന്റീനയും ബ്രസീലും. അപ്പോൾ അതിനകത്ത് മെസ്സിയെ സംബന്ധിച്ച് ലോകകപ്പ് നേടിയ ടീമിലെ ക്യാപ്റ്റനാണ്, ലോകകപ്പ് നേടിയ ടീമാണ്. അപ്പോൾ ലോകകപ്പ് നേടിയ ടീം കേരളത്തിലേക്ക് വരുമ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും അധികം ആരാധകരുള്ള ഒരു കായിക താരം കൂടിയാണ് ലയണൽ മെസ്സി. അപ്പോൾ ലയണൽ മെസ്സി കേരളത്തിലേക്ക് വരും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കായിക വകുപ്പ് അറിയിക്കുന്നത്. എന്തായാലും അടുത്ത ഒക്ടോബറിലോ നവംബറിലോ ആയിരിക്കും അർജന്റീന ടീം കേരളത്തിലേക്ക് വരിക.